നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു പൂതി വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കണമെന്ന് പൂതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കരുത് കേട്ടോ, അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണം. സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ നോക്കിയപ്പോൾ അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ സാധാ ഓണിയൻ സ്പ്രിംഗ് കണ്ട് ഒഴിവാക്കി ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 മുട്ടയാണ് ഞാൻ ഈ ഒരു റൈസിലോട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. 1 കിലോഗ്രാം അരിയാണ്. ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഈ മുട്ടനെ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടോ. മുട്ട മുഴുവനായിട്ട് ഓയിലാണ് സ്ക്രാമ്പിൾ ആക്കിയത്. അതിനുശേഷം അതിലോട്ടൊരു ബട്ടർ പീസ് ഇട്ടെടുത്ത് അതിൽ ഞാൻ ഈ വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഈ ഓണിയനും ഫ്രൈ ആക്കിയത് അതും കൂടി ഇട്ടെടുത്തിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രൈഡ് റൈസിനെ സ്പെഷ്യലാക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മാഗി ക്യൂബ് ടേസ്റ്റിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചതും കുറച്ച് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു റൈസ് ഇവിടെ വേവിക്കാൻ വെച്ചിനി അത് എടുക്കാൻ മറന്നു. അതിലോട്ട് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തോളൂ. ഇനി കൊറിയാണ്ടർ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇനി ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് ഞാനിവിടെ വിനാഗിരിയാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മതി. ഇനി നമ്മൾ ആ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. സംഭവം സെറ്റായിട്ടോ. ഇനി എന്താ വേണ്ടത്, കഴിക്കുക. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കും വേണം.